അന്ന് അയാളുടെ പിറന്നാളായിരുന്നു. ഒരു ഹാപ്പി ബർത്ത്ഡേ അല്ലെങ്കിൽ മെനി മെനി ഹാപ്പി റിട്ടേൺസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അറ്റ്ലീസ്റ്റ് ഒരു SMS എങ്കിലും അയാൾ വെറുതെ മോഹിച്ചു കൊണ്ടിരുന്നു. ഭാര്യ, മക്കൾ, സഹപ്രവർത്തകർ, ഇല്ല, ആരും ഓർക്കുന്നില്ല. ഓർമ്മിപ്പിക്കാതെ എങ്ങനെയാണ്? ഓർമ്മിപ്പിക്കാനും അയാൾക്ക് മനസ്സ് വന്നില്ല. വെറുതെ എന്തിന്? കുറേ കളിയാക്കലുകളും പരിഹാസങ്ങളും മാത്രം ബാക്കിയാവും. പിറന്നാളാഘോഷിക്കാൻ ഞാനത്ര ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. എന്നിട്ടും അയാൾ പ്രതീക്ഷിച്ചു ആരെങ്കിലും. രാത്രി അയാളുടെ മൊബൈൽ ഫോൺ പെട്ടെന്ന് ചിണുങ്ങിക്കരഞ്ഞു. ഡിസ്പ്ലേയിൽ ഹോം, അമ്മയാണ്. മോനെ. കൃത്യമായ റേഞ്ചിലും അമ്മയുടെ സ്വരത്തിന് വല്ലാത്ത ഇടർച്ച. നീ ഇന്നെങ്കിലും വിളിക്കുമെന്ന് കരുതി. സാരമില്ല അമ്മേ. ഞാൻ എന്താണെന്ന് പറയേണ്ടത് വിഷമിച്ച് അയാൾ പകുതിയിൽ നിർത്തി. കഷ്ടിച്ചു 1 മണിക്കൂർ ഡ്രൈവിങ്ങിൻ്റെ ദൂരം. എന്നിട്ട് കാണുന്നത് പോയിട്ട് വിളിച്ചിട്ട് തന്നെ ഏറെ ദിവസങ്ങൾ കഴിഞ്ഞു. സാരമില്ല കുട്ടാ, അമ്മ തുടർന്നു. നിനക്ക് തിരക്കുണ്ടാവും. ഒറ്റയ്ക്കാവുമ്പോൾ അമ്മയ്ക്ക് എന്ത് തിരക്ക്. നിന്റെ പേരിൽ അമ്പലത്തിൽ വഴിപാട് കഴിപ്പിക്കാൻ ഏർപ്പാടാക്കി. അല്ലാതെ കണ്ണും കാതും പിടിക്കാത്ത ഈ വയസ്സുകാലത്ത് അമ്മേ. അയാൾ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ തേങ്ങി. അമ്മ മാത്രം മറന്നില്ല ഈ ദിവസം. മറക്കുകയോ? പേറ്റുനോവ് മറന്നാലല്ലേ അമ്മയ്ക്ക് ഒക്കെ മറക്കാൻ പറ്റൂ. അതുവരേക്കും ഈ അമ്മ ഇതാ ഇങ്ങനെയൊക്കെ. പേറ്റുനോവ്. ശബ്ദം ഹരിചന്ദ്ര ബാബു, കാട്ടാക്കട.